ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, യൂറോപ്പിനെയും നാറ്റോയെയും അത്യധികം ഭീതിയിലാഴ്ത്തുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കുറേ നാളായിട്ട് പറയുന്നതാണ് റഷ്യയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് യൂറോപ്പാണ്. യൂറോപ്പിലേക്കുള്ള അറ്റാക്കാണ് റഷ്യ നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ യൂറോപ്പിനെ റഷ്യ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടും. യുക്രൈൻ യുദ്ധം, യൂറോപ്പും യുക്രൈനും കൂടെ ചേർന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അമേരിക്ക ആ യുദ്ധത്തിൽ കോലിട്ടിളക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നതല്ലേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഒരുപാട് നാളായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ നമ്മളെ യുദ്ധ കൊതിയന്മാർ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാറുമുണ്ട്. എന്തായാലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രകാരം റഷ്യയുടെ രഹസ്യ ഡ്രോണുകൾ ഈ നാറ്റോ താവളങ്ങൾക്ക് മുകളിൽ മാസങ്ങളോളം പറന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എല്ലാ മാധ്യമങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്, മലയാള മാധ്യമങ്ങൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ തന്ത്രപ്രധാനമായിട്ടുള്ള നാറ്റോ സൈനിക താവളങ്ങൾക്ക് മുകളിലൂടെ റഷ്യ വ്യാപകമായി രഹസ്യ ഡ്രോൺ നിരീക്ഷണം നടത്തിയതായി റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജി സ്റ്റഡീസ് നടത്തിയ പഠനത്തിലാണ് യൂറോപ്പിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലെ വൻ സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടിയ ഈ വിവരങ്ങൾ പുറത്തു വന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? സ്വാഭാവികമായിട്ടും ചോദ്യം എന്താണെന്ന് താങ്കൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യൂറോപ്പ് ഇത് കണ്ടില്ലേ, അല്ലെങ്കിൽ നാറ്റോ ഇത് കണ്ടില്ലേ? നാറ്റോ എന്ന് പറയുന്നത് എന്തു വലിയ ഒരു മിലിറ്ററി ഓർഗനൈസേഷനാണ്. എത്ര രാജ്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിന്റെ ഒരു യോഗം കൂടെ കഴിഞ്ഞതേ ഉള്ളൂ, തുർക്കിയിലെ അങ്കാറയിൽ വെച്ച്. അപ്പോൾ ഈ നാറ്റോ എന്ന് പറയുന്ന ഇത്രയും വലിയ ലോകത്തിൽ നാറ്റോ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു രാജ്യങ്ങളും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്, ഡിഫൻസ് വിദഗ്ധരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരോട് കൂടിയായിട്ട് ചോദിക്കുകയാണ്, നാറ്റോ ഇത് തിരിച്ചറിഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇത് റഷ്യ എങ്ങനെയാണ് നടത്തിയെടുത്തത്, പ്രാവർത്തികമാക്കിയത്? റഷ്യ ഒരു ചെറിയ മീനല്ല എന്നുള്ളത് ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഉക്രൈൻ കുറെ ഡ്രോണുകൾ അവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. റഷ്യക്ക് അതൊരു ക്ഷീണമുണ്ട് എന്നുള്ളതല്ലാതെ റഷ്യയെ ചുരുട്ടിക്കൂട്ടാൻ തക്ക കരുത്ത് ഇപ്പോഴും നാറ്റോ സഖ്യത്തിനുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. കാരണം പെട്ടെന്നൊരു അടിയടിച്ചാലും തീരുന്ന ഒരു രാജ്യമൊന്നുമല്ല. ഈ അടുത്ത സമയത്ത് റഷ്യ നടത്തിയ ചില നീക്കങ്ങൾ നമ്മളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും അത് എടുത്തിരുന്ന വാർത്തയാണ്. ഒരു യുദ്ധത്തിനുള്ള, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ നാറ്റോ സഖ്യത്തെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുടിൻ നീങ്ങുന്നത് എന്നൊരു വാർത്ത. നമ്മളല്ല പറഞ്ഞത്, യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നാറ്റോ മേധാവി തന്നെയാണ് പറഞ്ഞത്, ജാഗ്രത പാലിക്കണം, അവന്മാരടിക്കാൻ സാധ്യതയുണ്ടെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തിരുന്നു. റഷ്യ അവരുടെ ഏറ്റവും വലിയ ആണവ പടക്കപ്പൽ അഡ്മിറൽ ഹോക്കിംഗ് എന്നാണ് അതിന്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു നഖ്നൗ അഡ്മിറൽ നഖ്നൗ നീറ്റിലിറക്കിയല്ല, കടലിലിറക്കി. കുറച്ചു നാളായിട്ട് ഷെഡിക്കേറ്റ് വെച്ചിരുന്ന സാധനം അവര് കടലിലിറക്കി. അത് മാരകമായ ഏറ്റവും വലിയ വാർഷിപ്പാണ്. അത് കൂടാതെ തന്നെ കടലിൽ അവർ വലിയ യുദ്ധസന്നാഹം നടത്തുന്നുണ്ട്. റഷ്യ തന്നെ എപ്പോഴും പറയുന്നുണ്ട്, കടലിലെ ഞങ്ങളുടെ കരുത്ത് അറിയാമല്ലോ എന്നിവർ പണ്ട് പുടിൻ അമേരിക്കയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം അമേരിക്ക 2 ചാരക്കപ്പൽ കൊണ്ട് റഷ്യയുടെ സമുദ്രാതിർത്തി കൊണ്ടിട്ടിരുന്നു. അപ്പൊ റഷ്യ പറഞ്ഞത്, നിങ്ങളുടെ കപ്പലും ഞങ്ങൾ കണ്ടു, ആ കപ്പൽ എങ്ങോട്ടൊക്കെ നീങ്ങുന്നതെന്നും കണ്ടു, പിന്നെ കടലിലെ ഞങ്ങളുടെ കരുത്ത് അറിയാമല്ലോ, നിങ്ങളുടെ ഇരട്ടി മുങ്ങിക്കപ്പലുകളും അന്തർവാഹിനികളും സംഭവങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, അറിയാമല്ലോ കാര്യങ്ങളെന്ന് മാത്രമേ അതിന് റിപ്ലൈ കൊടുത്തുള്ളൂ. ഇപ്പൊ കടലിലാണ് നീക്കം. എന്തുകൊണ്ടാണ് ഈ കടലിൽ ഈ റഷ്യ നീക്കം നടത്തുന്നതിന്റെ ഉത്തരമാണ് നമ്മൾ ഈ പറയുന്ന വാർത്ത. ഇതില് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പഠന സംഘം, അതായത് അവർ ഈ യുദ്ധത്തെ കുറിച്ചുമൊക്കെ പഠനം നടത്തുന്ന ഒരു സംഘമാണ്. അവരൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, 2024 ഓഗസ്റ്റിലും 2026 ഫെബ്രുവരിക്കും ഇടയിൽ വിവിധ രാജ്യങ്ങളുടെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അതീവ രഹസ്യമായ താവളങ്ങളുടെ വിവരങ്ങൾ ഈ ഡ്രോണുകൾ, റഷ്യൻ ഡ്രോണുകൾ ചോർത്തിയെടുത്തു. മാസങ്ങളോളം ആയിട്ട് അവർ ചോർത്തുകയായിരുന്നു. അതാണ് ഈ കാലയളവ് അവർ കൃത്യമായി പറയുന്നത്. അതിലവർ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഏതൊക്കെ താവളങ്ങളാണ്. അമേരിക്കയുടെ B-61-12 ഗ്രാവിറ്റി ബോംബുകൾ സൂക്ഷിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ, ഫ്രാൻസിന്റെ IL ലോങ്കിലെ ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ, അന്തർവാഹിനി താവളം, ഒപ്പം തന്നെ ജർമ്മനിയിലെ റാംസ്റ്റെൽ എയർബേസ്, UK-യിലെ റാഫ്, ലെക്കൽഹീത്ത്, ഫെയർഫോർഡ്, ഫൈൽസ്റ്റൈൻ, ചൈൽഡ് ഡൻഹാൾ തുടങ്ങിയ താവളങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അതായത് ഒരുപാട് രാജ്യങ്ങൾ, റൊമേനിയ ഉണ്ട്, ഒരുപാട് രാജ്യങ്ങൾ ചോർത്തി. ഇതിലെ തന്നെ ഈ മർമ്മപ്രധാന ഭാഗങ്ങളുടെ താവളങ്ങളുടെ ലിസ്റ്റാണ് ഇതിപ്പോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇവരിത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യക്കാണ് ഈ ഷാഡോ ഫ്ലീറ്റുകളും അതുപോലെ തന്നെ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള കപ്പലുകളും ഒരുപാടുള്ള രാജ്യങ്ങളിൽ ഒന്ന് റഷ്യ. അവരുടെ ഏതാണ്ട് നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് എടുത്തിരുന്നു, ഈ ഷാഡോ ഷിപ്പ് എന്താണെന്നുള്ളതും മറ്റേതൊക്കെ. അപ്പം 1300 ഷാഡോ ഷിപ്പുകൾ ഈ നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമുദ്രാതിർത്തിയിലുണ്ട്. ഈ ഷാഡോ ഷിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെയാണെന്ന് അറിയില്ല.
ഇത് മിക്കവാറൊക്കെ GPS ഓഫാക്കിയാണ് ഇത് പോകുന്നത്. കള്ള എണ്ണ അടിക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ്. ഇത്തരം ഷിപ്പുകളിൽ നിന്നാണ് ഈ ഡ്രോണുകൾ ഇവർ വിക്ഷേപിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ നിന്നും. അതിർത്തിക്ക് അകത്ത് കയറിയാലല്ലേ പിടിക്കാൻ പറ്റൂ, അതിർത്തിക്ക് പുറത്ത് ഡ്രോൺ പറത്തിയ പ്രശ്നമില്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് ഈ ഡ്രോണുകൾ പറന്നു വരുന്നിട്ടാണ് ഈ താവളങ്ങളൊക്കെ മാസങ്ങളോളം ഇവർ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാറ്റോ രാജ്യങ്ങൾ പറയുന്നത് റഷ്യ ഈ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദമോ മറ്റൊരു സിഗ്നൽസോ പോലും ഇല്ലാത്ത ഡ്രോണുകളാണ്. ഈ ഡ്രോണുകളുടെയൊക്കെ ചെലവ് വളരെ കുറവാണ്. തുച്ഛമായ പൈസയ്ക്ക് നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കണക്കുള്ള വലിയ വലിയ രാജ്യങ്ങളെ ഈ രഹസ്യങ്ങൾ ഇവർ ഇപ്പോൾ ചോർത്തിയിരിക്കുന്നത്. അതിനവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോഴും പരമ്പരാഗതമായ പഴയ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും മറ്റുമാണ് നമ്മളുടെ പല രാജ്യങ്ങളിലും ഉള്ളത്. കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റിയില്ല. അതായത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളെയും. അവരുടെ കയ്യിൽ അതില്ല, അവരുടെ കയ്യിൽ ഇതില്ല, അവർ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് അനുസൃതമായിട്ട്, ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായി നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളും മറ്റും മാറ്റേണ്ടതുണ്ട്. ഇത് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. താടടക്കമുള്ളവ ഇറാന്റെ മിസൈലുകൾ ഏറ്റ് തകർന്നിരുന്നു. എനിക്ക് തോന്നുന്നു ബഹറിനിലായിരുന്നു അത് തോന്നുന്നു, തകർന്നിരുന്ന ഒരു കാഴ്ച കണ്ടു. അമേരിക്കയുടെ പല പ്രതിരോധ സംവിധാനങ്ങളും തകർന്നൊരു കാഴ്ച കണ്ടു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇത് കാലത്തിനനുസരിച്ച് അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി അവിടെ അവർ നോക്കിയിരുന്നില്ല. പഴയ ആ സിസ്റ്റം തന്നെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. കാരണം അവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇറാനെ കുറിച്ച് നടത്തിയിരുന്നു. അവർ ഇത്രയൊക്കെ ചെയ്യൂ, ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല എന്ന് അവർ കരുതിയിടത്താണ് ഇറാൻ പണി തുടങ്ങിയത്. നമ്മളെപ്പോഴും നമ്മുടെ ശത്രു കരുതുന്നിടത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ പിന്നെ ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് ശത്രു പ്രതീക്ഷിക്കുന്നതൊക്കെയാണ് നമ്മുടെ മൂവ്മെന്റ് എങ്കിൽ ശത്രുവിന് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒതുക്കാൻ കഴിയും നമ്മളെ. ഇന്ത്യ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശത്രു നമ്മുടെ ആ ഒരു ഇതിനെ കണക്ക് കൂട്ടുന്നിടത്ത് നിന്ന്, അതായത് അവർ പ്രതീക്ഷിച്ചത് ബാലക്കോട്ടിൽ അവിടെ ഇവിടെ കൊണ്ട് കുറെ മിസൈൽ ഇടുമായിരിക്കും, ഇല്ല 2 എയർ സ്ട്രൈക്ക് നടത്തുമായിരിക്കും, ഇതല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്തപ്പോഴാണ് അവർ പതറിപ്പോയത്. എപ്പോഴും അങ്ങനെയാണ്. ശത്രുവിനേക്കാൾ മുകളിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ റഷ്യയും അത് തന്നെയാണ് ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ ഈ ആണവ പോർമുനകൾ ഘടിപ്പിച്ച വലിയ ഷിപ്പ് ഇറക്കിയതും മറ്റ് വാർഷിപ്പുകളെ കടലിലിറക്കിയതും ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അതായത് ഈ ഒരു എന്താ അതിന് പറയുന്നത്, ഈ ഡ്രോണുകളുടെ നിരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ചാദിൽ നാറ്റോ പെട്ടിരിക്കും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക പ്രത്യക്ഷത്തിലൊന്നും ഉക്രൈനെ വലിയ രീതിയിൽ പിന്തുണച്ച് രംഗത്തെത്താത്തത്. ട്രംപ് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല പുടിനെ വരട്ടുന്നത്. ട്രംപിന് നന്നായി അറിയാം പുടിനെ വരട്ടി ഭീഷണിപ്പെടുത്തിയാൽ നടക്കുന്ന ഒരു മുതലല്ല അത്. കാരണം അതിന്റെ തിരിച്ചടി പ്രത്യാഘാതം ഭയങ്കരമായിരിക്കുമെന്ന്. അത് മാത്രമല്ല, ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് വ്യവസായ സംരംഭങ്ങളൊക്കെ റഷ്യയിലുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അമേരിക്കക്കാർ പറഞ്ഞതെന്നാണ്, റഷ്യയുടെ ചാരനാണ് ഇവിടെ മത്സരിക്കുന്നതെന്നാണ്, റഷ്യയാണ് പണം കൊടുത്തിരിക്കുന്നത് ഇങ്ങേർക്ക് മത്സരിക്കാനായിട്ട് എന്ന് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതുകൊണ്ടാണ് അമേരിക്ക ഇപ്പൊ ഇറാനോട് അടിക്കുന്ന ഡയലോഗാണ് റഷ്യ അടിക്കുന്നുമില്ല. ഇപ്പൊ അവർ പറഞ്ഞൊരു പേട്രിയോട്ട് മിസൈലൊക്കെ ഇപ്പൊ ഏകദേശം യുക്രൈനെ തീർന്നിരിക്കുക. അതിപ്പം പുതിയതായിട്ട് ഞങ്ങൾ നൽകാം എന്നൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം ഇവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കാരണം റഷ്യയെ സംബന്ധിച്ച് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരു രാജ്യമാണ്. കാരണം എന്തെങ്കിലും നമുക്ക് നമ്മുടെ സമ്പാദ്യം ഉണ്ടെങ്കിലല്ലേ അത് സംരക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു വെമ്പൽ ഉണ്ടാകും. ഒന്നുമില്ലാത്തവരെന്ത് ചെയ്യും, കയ്യിരിക്കുന്ന ആയുധമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറഞ്ചം പുറഞ്ഞും വിട്ടുകഴിഞ്ഞാൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ പലരും പ്രതിസന്ധിയിലായിപ്പോവും. പല രാജ്യങ്ങളും ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ എല്ലാം കോടീശ്വരന്മാരും എല്ലാം തികഞ്ഞവരും അല്ല, പലരും പല ബുദ്ധിമുട്ടുകളിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ജനജീവിതം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രം വിചാരിച്ചപ്പോഴല്ലോ, അവിടുത്തെ ആ സിസ്റ്റം കൂടെ റെഡിയാകണ്ടേ. പെട്രോൾ ഡീസൽ നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഗ്യാസ് നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. ഇൻഡസ്ട്രിയൽ ഏരിയ നിന്ന് പോവും, ജനങ്ങളുടെ ജീവിത നിലവാരം ബുദ്ധിമുട്ടായി പോവും, വാഹനങ്ങൾ നിലച്ചു കഴിഞ്ഞാൽ ചരക്ക് ഗതാഗതം നിന്ന് പോവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയാണ് റഷ്യ ഇപ്പോൾ ഒരു വലിയ മേൽക്കൈ നേടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ കനത്ത ജാഗ്രതയിലും ഇതിനെ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ള ഒരു പഠനത്തിലുമാണ്. ഏതായാലും ഇതൊരു വലിയ റിപ്പോർട്ടാണ്, വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് വിവിധ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയിരിക്കുന്നത്.